പ്രിയപ്പെട്ട ഉപ്പയോടുള്ള അടങ്ങാത്ത അനുരാഗത്തിന്റെ അലമാലകളുടെ ആവിഷ്കാരങ്ങളുടെ അന്തസത്തകൾ മുഴുവനും ആ മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്കൊന്ന് വിളിച്ചോതിക്കൊണ്ടിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. പടച്ചവനെ, അങ്ങനെ ഉള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് വിഷമത്തോടെ കഴിഞ്ഞുകൂടുകയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തോട് വിട പറഞ്ഞു പോയ മനസ്സിന്റെ വേദന മാറാത്ത ഫാത്തിമ റളിയല്ലാഹു അൻഹാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ വിഷമമേ, എന്റെ ദുഃഖമേ, എന്റെ കണ്ണുനീരേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴാ വീടിന്റെ വെളിയിൽ നിന്നൊരു സലാം കേൾക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കടന്നു പോവുകയാണ്. ചെന്നുകൊണ്ട് വാതിൽ തുറക്കുമ്പോഴോ പടച്ചവനേ, ശരീരമെല്ലാം ചുക്കുചുളിഞ്ഞു പോയ, ആര് കണ്ടാലും ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു പോകുന്ന ഒരു കോലത്തില് ഒരു വയോവൃദ്ധയായ ഒരു ഉമ്മയാണ് കടന്നു വന്നത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് പറയാണ്, ഉമ്മാ കടന്നിരിക്കുക ഉമ്മ, ഈ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുക ഉമ്മ. പടച്ചവനേ, ആ സമയത്താണ് ആ ഉമ്മ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുന്നത്. ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമോളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ ഉമ്മ പറയുന്നു, മോളെ ഫാത്തിമ, എന്തേ നിന്റെ മനസ്സിനൊരു വേദന പോലെ, നിങ്ങളുടെ മനസ്സ് വല്ലാതൊന്ന് നൊമ്പരപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഫാത്തിമ. പറയുവോ ഫാത്തിമ? ആ സമയത്ത് അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദന എന്തെന്നറിയോ, എന്റെ പ്രയാസം എന്തെന്നറിയോ? എന്റെ കരളിന്റെ കരളായ മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നോടൊപ്പം കഥകൾ പറയാനില്ലല്ലോ ഉമ്മ, എന്നോടൊപ്പം സംസാരിക്കാ ഇല്ല ഉമ്മ. അതുകൊണ്ട് ആ ഒരു വേദനയാണ് എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ആ വയസ്സായ ഉമ്മയോട് പറയാ, ഉമ്മാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോ എന്റെ ഉപ്പ പഠിപ്പിച്ചു പോയ 4 കാര്യങ്ങൾ ഉമ്മ നിങ്ങൾക്ക് ഞാൻ തന്നെ പഠിപ്പിച്ചു തരാ ഉമ്മ. ഈ ഫാത്തിമയാണ് ലോകത്തും വിട പറയുന്നതെങ്കിലോ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൂല ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനേ, ആ കടന്നു വന്ന പ്രിയപ്പെട്ട ഉമ്മയോട് 4 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയാലും ഉമ്മ, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ 4 കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് പഠിപ്പിക്കണം. ആരായി പറയുന്നത്? ലോകത്തിന്റെ റാണി സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ. ഉറക്കെ പറയ്, ബീബി ഫാത്തിമ. സുരലോക സുബർഗത്തി സുഗന്ധപ്പൂ റാണിയാമി സുന്ദരി മണി ബീവി ഫാത്തിമ റളിയല്ലാഹ് അഗമീൽ മീകൈന്തുള്ളേ സുറുമക്കൻ കനിയാളെ സുരബില സൂരറാണി ഫാത്തിമ റളിയല്ലാഹ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ആ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന 1ാമത്തെ കാര്യം ഏതെന്നറിയോ? ഉമ്മാ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കേണ്ടുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരേ ഒരു കാരക്കയാ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലോ ആ ഒരു കാരക്ക പോലും പാവപ്പെട്ടവരെ സഹായിക്കാർ നിങ്ങൾ കൊടുക്കണം ഉമ്മ.
ഒന്നാമത്തെ ഉപദേശം കൊടുക്കാൻ. ഇതിപ്പോ ഇവിടത്തേക്ക് വരുമ്പോ ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റാഫി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വിഷയം തന്നെ ഉസ്താദ് ഇവിടെ സൂചിപ്പിക്കണം എന്ന് വല്ലാഹി എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ വിഷയം പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഉപകാരമുള്ളതേ പറയുള്ളൂ, ഉപകാരമില്ലാത്തൊരു കാര്യം പറയില്ല ഇൻഷാ അല്ലാഹ്. ഈ ഉള്ള 2 മണിക്കൂറുണ്ട് നമ്മുടെ ജീവിതത്തിന് വളരെയേറെ എൻ്റെ ഉമ്മമാർക്കൊക്കെ അത്യന്താപേക്ഷികമായി പഠിക്കാൻ പറ്റുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപകാരം പറഞ്ഞാലും ഉപദ്രവമായിട്ട് മാറുന്ന കാലാണ് അല്ലേ? ഉപകാരം പറഞ്ഞാലും ഉപദ്രവാൻ. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. പണ്ടൊരു വയസ്സായൊരു ഉമ്മ, വയസ്സായൊരു വല്യമ്മ അള്ളാഹുവിന് കത്തെഴുതി. എന്താ കത്ത്? ടു അള്ളാഹ് എന്ന അഡ്രസ്സൊക്കെ വെച്ചിട്ട് അള്ളാഹിന് കത്തെഴുതാണ്. പടച്ചവനെ, ഞാനൊരു വയസ്സായൊരു ഉമ്മയാണ്, എനിക്ക് മക്കളില്ല, ഭർത്താവില്ല, ആരുമില്ല, അതുകൊണ്ട് റബ്ബേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, 500 രൂപ എനിക്ക് വേണം. അള്ളാഹിന് കത്തെഴുതി. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അള്ളാഹുവിന് കത്തെഴുതുന്ന ഒരാളിനെ കാണാം. അങ്ങനെ പോസ്റ്റ്മാന്റെ കയ്യിൽ ഇത് ഒട്ടിച്ചു കൊടുത്തു. ഈ സാധു എല്ലാ സ്ഥലത്തും എല്ലാ എഴുത്തും കൊണ്ടുപോയി നോക്കി. പക്ഷെ ഈ ഒരു അഡ്രസ്സിന്റെ ഒരാളിനെ കാണുന്നില്ല. അവസാനം ഏതായാലും വിചാരിച്ചു, ടു അള്ളാഹ് എന്നൊരു അഡ്രസ് അല്ലേ, ഇതിന് ആരുമില്ല, ഏതായാലും ഞാൻ തന്നെ പൊട്ടിച്ചു വായിക്കാം എന്നിട്ട് എഴുത്ത് പൊട്ടിച്ചു വായിച്ചപ്പോൾ അള്ളാഹുവേ, ഞാനൊരു കിഴവിയാണ്, എനിക്ക് ഒരുപാട് വയസ്സായി, ഹോസ്പിറ്റലിൽ പോകണം, 500 രൂപ വേണം. അങ്ങനെ പോസ്റ്റ്മാൻ വിചാരിച്ചു, പാവല്ലേ, എൻ്റെ ഉമ്മാനെ പോലത്തെ ഒരു ഉമ്മയല്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്നൊക്കെ നുള്ളിപ്പറക്കി 450 രൂപ ഒരു കവറിലിട്ട് പിറ്റേ ദിവസം വല്യമ്മയുടെ കയ്യിൽ കൊടുത്തു. ഉമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അള്ളാഹു ഇത്ര പെട്ടെന്ന് മറുപടി കൊടുക്കുമെന്ന്. ഉടൻ തന്നെ കിട്ടിയ പാടെ അവിടെ നിന്ന് എണ്ണി 100, 200, 300, 450 ഉള്ളൂ. ഞാൻ അള്ളാഹിനോട് എഴുതിയത് 500-നാണല്ലോ. പിറ്റേ ദിവസം അടുത്ത എഴുത്തെഴുതി ഉമ്മ. അപ്പൊ പോസ്റ്റ്മാൻ വിചാരിച്ചു, ഇപ്പൊ ഉമ്മ വളരെ സെറ്റപ്പായിട്ട് എന്നെ കുറിച്ച് അടിച്ചു പൊക്കി ഇപ്പൊ എഴുതുമെന്ന് പറഞ്ഞ് പോസ്റ്റ്മാൻ ആ കത്തി കിട്ടുപാടെ ഒരു സ്ഥലത്തേക്ക് മാറി കൊണ്ട് പൊട്ടിച്ചിട്ട് വായിച്ചു. അപ്പൊ അതിനകത്ത് എഴുതിക്കാൻ, അള്ളാഹുവേ, നീ കൊടുത്തുവിട്ട പൈസ കിട്ടി, 500 രൂപയാണ് നീ കൊടുത്തുവിട്ട എന്നറിയാം. പക്ഷെ അതിവിടെ വന്നപ്പോൾ 450 രൂപയേ ഉള്ളൂ. അതിൽ നിന്നും 50 രൂപ കൊണ്ടുവന്ന പോസ്റ്റ്മാൻ മോഷ്ടിച്ചിട്ടാണ് പടച്ചോനെ കൊണ്ടുവന്നതെന്നാണ്. സുബ്ഹാനല്ലാഹ്, ആ സാധു ഒരു ഉപകാരം ചെയ്തൻ അവസാനം എന്തായി മാറി? ഉപദ്രവം. ഞാൻ നിങ്ങൾക്ക് ഉപദ്രവം ഒന്നും പറയില്ല, ഉപകാരമല്ലേ പറയുള്ളൂ. അതുകൊണ്ട് ഉറക്കെ പറയും, ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ, വേദനയോടുകൂടി ഒരാൾ, എൻ്റെ ഉമ്മ, നിങ്ങളുടെ ചാരത്തേക്ക് ഒരാളൊന്ന് കടന്നു വന്നു പോയാൽ അവരെ കണ്ടില്ലാന്ന് നടിക്കല്ല ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, നമുക്കും അതൊരു പാഠമാണല്ലോ. പടച്ചവനെ, എന്തിനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ എവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്? ഈ ഉമ്മയോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഒരേ ഒരു കാരക്കയാണോ? ആ ഒരു കാരക്കയാണെങ്കിൽ പോലും വേദനയോടുകൂടി കടന്നു വരുന്ന ഒരാളെ കണ്ടാൽ അതിന്റെ ഒരല്പമെങ്കിലും കൊടുത്തിട്ട് അവന്റെ വിഷമം മാറ്റാൻ, അവന്റെ നമ്പരം മാറ്റാ നിങ്ങൾ കടന്നു വരണ ഉമ്മ. എന്നിട്ടായി കഥ പറഞ്ഞു കൊടുക്കുന്നതുമ്മ, നിങ്ങൾ ഇനി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലോ ഇന്ന് അഴീക്കോടും ഇവിടെ പ്രഭാഷണത്തിന് കടന്നു വന്നു പോയ എന്റെ പ്രിയപ്പെട്ട ബാപ്പ, നിങ്ങൾ കൊടുക്കാത്തവരാണെന്നൊരിക്കലും ഞാൻ പറയൂല, ഇതിന്റെ സംഘാടകര് പറയൂല, ഒരാളും പറയൂല. എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഓർമ്മച്ചപ്പായി കടന്നു വരാ അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ചവനെ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ വരികയാണ്. യാക്കൂബ് നബിന്റെ സമക്ഷത്തിൽ വന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ വന്നിട്ട് അവിടുന്ന് ചോദിക്കുകയാ, അല്ല യാക്കൂബ് നബിയേ, എന്തുകൊണ്ടാ നബിയേ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയതെന്താണ് നബിയേ? നിങ്ങളുടെ മുതുകു വളഞ്ഞതെന്താണ് നബിയേ? എന്തേ നിങ്ങൾക്ക് പറ്റിയത് നബിയേ? ആ സമയത്ത് അവിടുന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കു ജിബ്രീലിനോട് പറഞ്ഞു കൊടുക്കുന്നു, ജിബ്രീലേ,
എന്റെ പുന്നാര മകനാകുന്ന യൂസുഫില്ലേ, ആ യൂസുഫിനെ പറ്റി ഓർത്തു പോയപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോയിട്ട് എന്റെ കണ്ണിന്റെ കാഴ്ച പോയതാണ് ജിബ്രീലേ. പിന്നെങ്ങനാ എന്റെ മുതുക വളഞ്ഞു എന്നറിയോ? പ്രിയപ്പെട്ട മകനാകുന്ന ബിന്യാമീൻ, ആ മകനെ പറ്റി ഓർത്തുകൊണ്ട് കഴിഞ്ഞുകൂടിയപ്പോഴാ എന്റെ മുതുക പോലും വളഞ്ഞു പോയെന്ന് അവിടന്ന് പറഞ്ഞു പോകുമ്പോ പടച്ചവനെ, അവിടന്ന് മലക്കു ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാ നബിയേ, അതുകൊണ്ടല്ല, നിങ്ങളുടെ യൂസുഫിനെ പറ്റി ഓർത്തിട്ടല്ലല്ലോ, നിങ്ങളുടെ പ്രിയപ്പെട്ട ബിന്യാമീനെ പറ്റി ഓർത്തിട്ടല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയെന്നറിയോ? യാക്കോബ് നബിയേ, നിങ്ങളുടെ വീടിന്റെ ചാരത്ത് ഓടിയിട്ട് ബാപ്പയില്ലാത്ത ഒരനാഥ കുട്ടി കടന്നു വന്നിട്ട്, ബാപ്പയില്ലാത്തൊരു കുട്ടി കടന്നു വന്നിട്ട് നിങ്ങളാ പൊന്നുമകനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല നബിയേ. അല്ല, നിങ്ങളുടെ മകന്റെ കണ്ണ് നിങ്ങളുടെ മകൻ പോയിട്ടുള്ളത് കൊണ്ടല്ല, ആ പ്രിയപ്പെട്ട പുന്നാര മകൻ അവിടെ നിന്ന് കടന്നു വന്നിട്ട് അല്ലാഹുവേ, ആരെങ്കിലും ഇന്ന് പട്ടിണി കിടക്കുന്നോ, ആരെങ്കിലും ഇന്ന് വിശപ്പ് സഹിക്കുന്നോ എന്ന് നിങ്ങൾ തിരക്കാത്തത് കൊണ്ടാണ് നബിയേ. പടച്ച റബ്ബേ, ഇന്നിവിടെ കടന്നിരിക്കുന്നവരെ, നമ്മുടെ വീടിന്റെ ചാര എത്രയോ പാവപ്പെട്ട ബാപ്പയില്ലാത്ത മക്കളുണ്ടല്ലോ, വിശന്ന് കരയുന്ന മക്കളുണ്ടല്ലോ, വേദനയോടുകൂടി കഴിയുന്ന മക്കളുണ്ടല്ലോ. എന്റെ പെങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഓരോ പാഠങ്ങൾ പഠിച്ച ഒരിക്കലും നഷ്ടപ്പെടാത്ത അമൂല്യ മുത്തുകളാ നമ്മുടെ ജീവിതത്തിൽ കിട്ടുക. പടച്ചവനെ, ജിബ്രീൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളെ തിരക്കാത്തത് കൊണ്ടാണ് നബിയേ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത്. നിങ്ങൾ അവിടെന്ന് കണ്ടിട്ടില്ല എന്നറിയാം, പക്ഷേ നിങ്ങൾക്ക് തിരക്കാമായിരുന്നു നബിയേ, നിങ്ങൾ അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടില്ല നബിയേ. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് തന്ന പരീക്ഷണമാണ് നബിയേ. ഉമ്മ, ഈ കഥ എവിടെന്നാ പഠിച്ചു എന്നറിയോ? എന്റെ കരളിന്റെ കരളായ പ്രിയപ്പെട്ട ഉപ്പാന്റെ വിശാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടുകളിലൂടെ അടന്നു വന്നതാണ് ഉമ്മ. അതുകൊണ്ട് ഉമ്മ, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിന്റെ ഒരു ഭാഗമെങ്കിലും പാവപ്പെട്ടവർക്കൊന്ന് കൊടുക്കാ നിങ്ങൾ ഒരുങ്ങണേ ഉമ്മ. ഇതെന്റെ വാക്കല്ല, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ ഒന്നുമില്ല, ആകപ്പാടെ വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. ആ ഉള്ളതിന്റെ ഒരു ഭാഗം നിങ്ങൾ എത്രയായിക്കൊള്ളട്ടെ, നിങ്ങൾ അന്വേഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാഹു രോഗം തരികയാ. ഇതെന്റെ വാക്കല്ല, ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടങ്ങള് വെറുതെ പറഞ്ഞു പോകാനല്ല, ഉപകാരപ്പെടണം. അന്വേഷിക്കേണ്ടുന്ന ബാധ്യത നമുക്ക് ഉണ്ട്. ഇതിന്റെ കർമ്മധീരരായ സംഘാടകർ അങ്ങനെ ഓരോരുത്തരെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അതൊരു കടമയാണ്. അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല മനസ്സോട് കൂടിയിട്ട് അവിടെ നിന്ന് അകമഴിഞ്ഞിട്ട് സ്വതക്ക ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ കടമയാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു നമുക്ക് മാരകമായ രോഗം തരാൻ പാടില്ല? ഇതൊരു നബിയുടെ കഥയാണ്, അല്ലാതെ ഇപ്പൊ നമ്മളെ പോലെ സാധാരണക്കാരായ ഒരാളുടെ കഥയല്ല. ഒരു നബിയുടെ കഥ. രണ്ട് കണ്ണിന്റെ കാഴ്ച പോയി, മുതുകു വളഞ്ഞു പോയി. സൂക്ഷിച്ചാ നമുക്ക് ദുഃഖിക്കണ്ട. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രയാസമാണല്ലോ, ഇല്ല എന്നുണ്ടെങ്കിൽ നൊമ്പരമാണല്ലോ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഒന്നാമത്തെ ഉപദേശമേതാ? ഉമ്മാ, ഉള്ളതിന്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തിട്ട് പടച്ചവന്റെ തൃപ്തി നേടിക്കോ ഉമ്മാ. അങ്ങനെയാ നിങ്ങൾ ചെയ്യുന്നതെങ്കിലോ ഉമ്മ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴാണോ നിങ്ങൾ കൊടുത്തത്, ആ കൊടുത്ത സമയം മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലിന് ചോദിക്കാർ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ കടന്നു വരും.
എപ്പോഴാണോ നിങ്ങൾ കൊടുക്കുക, ഏത് സമയത്താണോ നിങ്ങൾ സ്വതക്ക ചെയ്യുക, ആ സമയം മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാപ്പ് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരാണെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ രാജകുമാരൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ, ഒരു കുട്ടിയെ കെട്ടിക്കാൻ നിങ്ങൾ ഇപ്പൊ സഹായിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല, ഇവിടെ എല്ലാ കൊല്ലവും വാളുള്ളതുകൊണ്ട് എന്താ പറയുന്നത് എനിക്കറിയില്ലല്ലോ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കച്ചവടത്തിന് പോയി അവസാനം വഫാത്താകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. വഫാത്താകാതെ ജീവനോടെ തിരിച്ചു വന്നൊരു കഥയുണ്ട്. അതിവിടെ പറഞ്ഞത് എനിക്കറിയത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. പറയണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഒരു പെൺകുട്ടി സഹായിച്ചതിന്റെ പറഞ്ഞില്ലല്ലോ. ഇല്ലല്ല, എന്നാ പറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ഉറക്കൊന്ന് പറയാം, ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇതൊന്നും പോരാ, നമുക്ക് അള്ളാന്റെ ഹബീബിനെ കാണണമെന്നുള്ളൊരു ബോധം വേണം. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്ന പുന്നാര റൗളയിൽ പോകുന്നതെന്ന പോമണം വീശുന്ന റൗള സുവനത്തിൽ കൂടുന്നതെന്നാണ് ഹൃദയം ചേരുന്നതെന്നാണ് പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്ന പുന്നാര റൗളയിൽ പോകുന്നതെന്ന പോമണം വീശുന്ന റൗള ശരീഫൊന്ന് കാണുന്നതെന്നാണ് ഹൃദയം ചേരുന്നതെന്നാണ് ലോകത്തിന്റെ രാജകുമാരനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്ക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ കച്ചവടത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. അതുകൊണ്ട് റസൂലേ, എനിക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്യണം നബിയേ. മദീനത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിൽ വന്നുകൊണ്ട് ഏത് സമയത്ത് അവിടെ നിന്ന് ദുആ ചെയ്യാൻ പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്ത് വിടാറുണ്ട്. കാരണം എന്താ? കച്ചവടത്തിന്റെ ഒരു ഭാഗം മദീനത്തിന്റെ രാജകുമാരന്റെ മുമ്പിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കൊണ്ടു കൊടുക്കാറുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അന്നത്തെ ദിവസം അതാ ദുആ ചെയ്യാൻ പറയുമ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറഞ്ഞു പോകുമ്പോ, പടച്ചവനെ, റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്തിട്ട് അവിടെ നിന്ന് കടന്നുപോയി റസൂലുള്ളാഹിന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരു ധാരധാരയായി ഒലിച്ചു വരികയാണ്. യാ അല്ലാഹ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ഏത് സമയത്ത് അവിടെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു പോയാൽ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന നബിയേ, ഇന്നെന്തേ അവിടെ നിന്ന് വല്ലാതെ കരയുന്നത് നബിയേ? പടച്ചവനെ, ആ സമയത്ത് അവിടെ നിന്നതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട സഹാബാ, മലക്കു ജിബ്രീൽ കടന്നു വന്നിട്ട് പറഞ്ഞു പോയത്, ഇന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇനി തിരിച്ചു വരൂലെന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടത്തേക്ക് വരുന്നതോ അബ്ദുറഹ്മാനിന്റെ ജനാസയാ എന്ന് പറഞ്ഞപ്പം മനസ്സ് പൊട്ടി എന്റെ സ്വഹാബ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കരയുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് മുഴുവനും കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കാത്തിരിക്കുകയാ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് വേടിക്കാ, ജനാസ കുളിപ്പിക്കാ, നിസ്കരിക്കാൻ കാതോർത്തുകൊണ്ട് കാത്തിരിക്കുമ്പോ ദിവസം
ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. പടച്ചവനെ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. എന്റെ അബ്ദുറഹ്മാനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, എന്റെ അബ്ദുറഹ്മാനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ വാരി പുണർന്നിട്ട് ചോദിക്കാ, അല്ല അബ്ദുറഹ്മാൻ, നിങ്ങളുടെ യാത്രയിൽ എന്തേ സംഭവിച്ചത്? നിങ്ങളുടെ യാത്രയിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചോ അബ്ദുറഹ്മാൻ? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, റസൂലേ, അധികമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അധികമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ യാത്ര ചെയ്ത് കടന്നു പോയതല്ലേ നബിയേ, പിന്നെന്ത് സംഭവിക്കാനാ, പിന്നെന്ത് സംഭവിക്കാനാ? വേദനയോടുകൂടി റസൂലുള്ള ചോദിക്കുന്നു, അല്ല അബ്ദുറഹ്മാൻ, ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചൂടെ നിങ്ങൾക്ക്? ആ സമയത്ത് അവിടെ നിന്ന് ചിന്തിച്ചിട്ട് പറയാ, റസൂലല്ലാഹ്, നടന്നു നബിയേ, നടന്നു. ഒരേ ഒരു സംഭവമാണ്, ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോ ഞങ്ങൾ വിശന്നു നബിയേ. വിശന്നപ്പോ ഭക്ഷണം ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു നിവർത്തിയില്ല, അതിനുള്ള ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. മരുഭൂമിയല്ലേ നബിയേ, ഞങ്ങൾ നാനാ ഭാഗത്ത് ഞങ്ങൾ നോക്കി നബിയേ, പക്ഷേ ഒരാളെയും കണ്ടിട്ടില്ലല്ലോ. പടച്ചവനേ, അപ്പോഴാണ് വിദൂരത്തുനിന്നൊരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം കാണുന്നത്. ആ വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് ഞങ്ങൾ ഓടി നബിയേ. അവിടത്തേക്കൊന്ന് കടന്നു ചെല്ലുമ്പോഴോ വയസ്സായവരുമ്മയാണ് ഇറങ്ങി വരുന്നത്. ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞങ്ങൾ മദീനക്കാരാണ് ഉമ്മ, ഞങ്ങളുടെ കയ്യിൽ ആഹാരം വെക്കാനുള്ള എല്ലാ സാധന സാമഗ്രികളും ഉണ്ടുമ്മ, പക്ഷേ അതിന് പറ്റുന്ന മറ്റുള്ള ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഈ ഭക്ഷണമൊന്ന് പാചകം ചെയ്ത് തരുമോ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായമാണെന്നറിഞ്ഞപ്പോ, അവിടെ നിന്ന് വന്നതാണെന്നറിഞ്ഞപ്പോ ഞങ്ങളോട് പെരുത്തിഷ്ടമായി നബിയേ. ഞങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇരുന്നു നബിയേ. ആ സമയത്താണ് ഉമ്മ ഭക്ഷണം പാചകം ചെയ്തത്. വളരെ പെട്ടെന്ന് വീട്ടിന്റെ വെളിയിലേക്ക് ആ ഭക്ഷണമൊന്ന് കൊണ്ടുവന്ന് വെച്ചപ്പോ ഞാൻ ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഭക്ഷണം വെച്ചു? നിങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഭക്ഷണം വെച്ചു? ആ സമയത്ത് ആ ഉമ്മ കരഞ്ഞിട്ട് പറയാ, ഇല്ല ഇല്ല, ഞാനിവിടെ നിന്ന് ഭക്ഷണം വെച്ചിട്ടില്ല, ഞാൻ ഭക്ഷണം വെച്ചിട്ടില്ല. ബാപ്പയില്ലാത്ത രണ്ട് അനാഥ മക്കള് ഈ വീട്ടിന്റെ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവര് കിടന്നുറങ്ങുന്നുണ്ട്. അവർക്കതാ ഒരു പുരുഷന്റെ കരസ്പർശനം ഏൽക്കാനുള്ള ഭാഗ്യമില്ലല്ലോ. അവര് വിവാഹത്തിന് സമയമായി, അവർക്ക് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന്റെ പ്രായം കഴിഞ്ഞു. അല്ലാഹുവേ, ബാപ്പയില്ലാത്ത മക്കള് ആര് സഹായിക്കാനാണ് മോനെ എന്ന് ചോദിച്ചപ്പോഴെന്റെ മനസ്സ് പൊട്ടി നബിയേ. അവിടുന്ന് ഞാൻ എന്റെ കൂടെ ഉള്ളവരോട് ചോദിച്ചു പോവുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബാ, നിങ്ങളിൽ ആരാണ് ബാപ്പയില്ലാത്ത ഈ രണ്ടു മക്കളെ സഹായിക്കുന്നത്? എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് തരാമെന്നവിടെ നിന്ന് പറഞ്ഞു പോയപ്പോ മുത്തു നബിയെ രണ്ട് സ്വഹാബത്ത് ചാടി എഴുന്നേറ്റു നബിയേ. രണ്ടുപേര് ചാടി എഴുന്നേറ്റ് റസൂലല്ലാഹ്. അവരവിടെ എഴുന്നേറ്റ് സമ്മതിക്കുമ്പോ ഇത് കേട്ടുപോയ പെൺകുട്ടികള് പെട്ടെന്ന് വെളിയിലേക്ക് വന്നു നബിയേ. അവര് ഒളിവെടുത്തു നബിയേ. അവര് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോവുകയാണ്. പടച്ചവനേ, അവിടെ ചെന്നിട്ട് അവര് ഒളിവെടുത്തിട്ട് മുസല്ലാ വിരിച്ച് 2 റക്അത്ത് നിസ്കരിച്ചു. അവിടെ ഇരുന്നിട്ട് അവര് ദുആ ചെയ്തു, അല്ലാ, ബാപ്പയില്ലാതെ വിഷമത്തോടെ കഴിഞ്ഞു പോയ ഈ അനാഥ മക്കളെ സഹായിക്കാൻ ആരാണ് റബ്ബേ കടന്നു വന്നത്? അവർ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്.
എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തത്. ആ ഒരു ദുആയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കേട്ടില്ല നബിയേ എന്ന് പറയുമ്പോഴാണ് ലോകത്തിന്റെ രാജകുമാരൻ അബ്ദുറഹ്മാനെ വാരിപ്പുണർന്നുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞത്, അല്ല അബ്ദുറഹ്മാൻ, നിങ്ങളുടെ ജനാസ വേടിക്കാൻ കുളിപ്പിക്കാൻ മയ്യത്ത് പൊതിയാ ഞങ്ങൾ കാത്തിരുന്നതാണ് അബ്ദുറഹ്മാൻ. ബാപ്പയില്ലാത്ത അനാഥ മക്കളെ സഹായിച്ചപ്പോ, ആ പെൺകുട്ടികളുടെ നിക്കാഹിന് നിങ്ങൾ സഹായിച്ചപ്പോ നിങ്ങൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അവിടുന്ന് തന്നെന്ന് പറയുമ്പോ, ഇന്നിവിടെ കടന്നു വന്നവരെ, നിങ്ങളെത്ര ഭാഗ്യമുള്ളവരാ, നിങ്ങളെത്ര ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഇവിടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണ് വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ വാപ്പച്ചി ലോകത്തൊന്ന് വിട പറഞ്ഞു പോയിട്ടും ഞങ്ങളെ സഹായിച്ചവരാണ് അവിടെ കടന്നു വന്നത്. അതിൽ ഓരോ രൂപ ആരൊക്കെയാണ് കൊടുത്തത് റബ്ബേ, അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാ നമ്മൾ ബൈക്കിന്റെ ഇടയിൽ പെട്ട് മരിക്കൂലല്ലോ, വാഹന അപകടത്തിൽ പെട്ട് മരിക്കൂലല്ലോ, അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് പിരിയൂലല്ലോ. ആ കുട്ടികളുടെ ഓരോരുത്തരുടെ ദുആ ഈ ലോകത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ലതാണെന്ന് അവിടെ നിന്ന് പറഞ്ഞു പോയത് കരളിന്റെ കരളേ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ പറയും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വിചാരിക്കല്ലേ യുമാർ ഉസ്താനെ കൊണ്ട് പറയിപ്പിച്ചതാ, വല്ലാഹി ഇല്ല. ഞാൻ എന്റെ വിഷയം പറഞ്ഞു പോവാൻ. ഒന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെന്ന് പറഞ്ഞത്, ഉമ്മ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. യാക്കൂബ് നബിന്റെ കഥ പറഞ്ഞു. അതെന്തിനാ ഞാൻ ആവർത്തിച്ചു പറയുന്നത്? ആവർത്തന വിരക്തിയുണ്ട് എന്ന് പറയാൻ വേണ്ടില്ല, മനസ്സിലാക്കാൻ. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു വിടൂല എന്ന് ഒന്ന്. രണ്ടാമതായിട്ട് അവിടെ ഒന്ന് പറയാൻ, ആർക്കെങ്കിലും നമ്മൾ സ്വതക്ക ചെയ്താൽ, ഹദിയ ചെയ്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ പ്രയാസം മാറ്റുമെന്നാണ്. അല്ലേ? ഇവിടെ ആരും സ്വതക്ക ചെയ്യാത്തവരായിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, നാളെ നരകത്തിന്റെ ചാര മനുഷ്യന്മാരെ കൊണ്ടിരുത്തും. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കും, അല്ല മോനെ, നിനക്ക് അല്ലാഹു തആല സമ്പത്ത് തന്നു, ആദരവ് തന്നു, എന്നിട്ട് നീ എന്തേ ചെയ്തിട്ടില്ല? അങ്ങനെ ചെയ്യണമെന്ന് പറയാം മുസ്തഫായ നിബിതങ്ങൾ നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരായിട്ട് വന്നിട്ടില്ലേ? ഇല്ലേ? ഇദാ ഉൽഖൂ മിൻഹാ സമിഉ ലഹാ ശഖീഖാ وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سأله خزنتها ألم نأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء. അല്ലാഹു നരകത്തിന്റെ ചാര മനുഷ്യന്മാരെ കൊണ്ടിരുത്തും. എന്നിട്ട് അല്ലാഹു ചോദിക്കും, മോനെ അലം നഅതികും നദീർ, എന്നോട് നിങ്ങളോട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരൊക്കെ ആമീൻ പറയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചോദിക്കണം, അലം നഅതികും നദീർ, മോനെ നിനക്ക് തന്ന സമ്പത്തിന്റെ ഒരു ഭാഗം നീ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലാഹുവിന്റെ ഖുർആനിൽ വേറെ ഒരു ഭാഗത്ത് പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, മനിൽ കനൂദ് യാ റസൂലല്ലാഹ്, ഈ കനൂദ് എന്ന് വെച്ചാൽ എന്താണ്? ആ സമയത്ത് അവിടെ ഒന്ന് പറഞ്ഞു, സ്വന്തമായി ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, വേറെ കേൾക്കുന്നവർ ഇപ്പൊ ലൈവായിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പൊ അവർ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞത്? കനൂദ് എന്ന് പറഞ്ഞാൽ ഈ നന്ദി കെട്ടവർ എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരോട് പറയാൻ, നിങ്ങൾ കൊടുക്കണ്ട. കൊടുക്കുന്ന ഒരാളോട് പറയാ, അള്ളാന്റെ ഹബീബിന്റെ വാക്കാണ്, കൊടുക്കാൻ പോകുന്ന ഒരാളോട് പറയാ, ഏയ് നിങ്ങൾ കൊടുക്കല്ലേ. സുബ്ഹാനല്ലാഹ്. പിന്നെയോ സ്വന്തം കാര്യത്തിന് വേണ്ടി പുകഴ്ത്തി വെക്കുന്ന ഒരു എത്ര കിട്ടിയാലും നമുക്ക് മതി വരൂല സ്വന്തം കാര്യത്തിന്. അങ്ങനെ കൂട്ടിവെക്കുന്നവർക്കാണ് സ്വഹാബത്തെ ഖനൂദ് എന്ന് പറയാ. ഇല്ല, അല്ലാഹ് ചോദിക്കാണ്, അലം നഅതികും നദീർ
അല്ലാഹുവേ മോനെ നിനക്കവിടുന്ന് നിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കണമെന്ന് പറയാൻ നിനക്കൊരു മുന്നറിയിപ്പുകാർ വന്നില്ലേ? അപ്പോഴാണ് ചില ആളുകൾ പറയുന്ന ബലാ ഖദ് ജാഅനാ നദീർ ഫകല്ലബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹ്. പടച്ച റബ്ബേ, എല്ലാം ഞങ്ങൾ കേട്ടവരാണ്, എല്ലാം ഞങ്ങൾ പഠിച്ചവരാണ് റബ്ബേ, പക്ഷേ ഞങ്ങളത് മുഴുവനും കളവാക്കി എന്നവിടെന്ന് പറയുമ്പോ അല്ലാഹുവേ, അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത് ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മആബാ ലാബ്സീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദാ വലാ ശറാബാ ഇല്ലാ ഹമീമാ വഗസ്സാഖാ ജസാഅ വിഫാഖാ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ ഫകല്ലബൂ ബിആയാതിനാ കില്ലാബാ വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ. അല്ലാഹ് പറയാൻ, നീ എന്ത് വിചാരിച്ചു മോനെ, നീ എന്താ വിചാരിച്ചിട്ടുള്ളത് എന്ന നീ ഒരു കാര്യം, ജസാഅം വിഫാഖ, യോജിച്ച ശിക്ഷ നിന്റെ കയ്യിൽ ഉണ്ടല്ലോ, എന്നിട്ട് നീ അത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ജസാഅം വിഫാഖ, യോജിച്ച ശിക്ഷ അനുഭവിച്ചോ. നീ എന്ത് വിചാരിച്ചു, ഇതൊന്നും നിന്റെ കയ്യിൽ തന്ന സമ്പത്തും ഭാഗങ്ങളൊന്നും എന്റെ കയ്യിലില്ല എന്നാണോ? ഫകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബ, മുഴുവനും ഈ കിതാബിലുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, നിങ്ങൾ നല്ലവരാ, നിങ്ങൾ ഭാഗ്യമുള്ളവരാൻ, സാധുക്കളെ സഹായിക്കാൻ ഉണ്ടോ. ആ ഒരു കുട്ടി ഇവിടെ ദുആ കൊണ്ട്, നബിയേ അല്ലാഹു എനിക്ക് ഇങ്ങനെ ഒരു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ദുആയാണ് എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം ഞാൻ ആ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കൊടുത്തപ്പോ അല്ലാഹു എനിക്ക് തന്നിട്ടുള്ള സൗഭാഗ്യമാണ് ഈ ആഫിയത്തുള്ള ദീർഘായുസ്. പടച്ചവനെ, ഓരോ ദിവസവും ഈ സദസ്സിനെ സഹായിച്ചവർ, അതുപോലെ ബക്കറ്റിൽ കാശിട്ടവർ, യാ അല്ലാഹ്, എല്ലാവർക്കും അർഹമായിട്ടുള്ള പ്രതിഫലം നീ കൊടുക്കണേ റഹ്മാനെ. ഉറക്കുന്നു പറയ്, അല്ലാഹു നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. നന്നായിട്ട് കേൾക്കണേ, നന്നായിട്ട് കേട്ട ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാകും. ഇല്ലെങ്കിൽ അവസാനം നിങ്ങൾ പറയും, ഇവൻ എവിടെ നിന്നപ്പ ഇമാര് വിളിച്ചോണ്ട് ആകപ്പാട് എന്തൊക്കെയോ പറഞ്ഞു, അവൻ അവന്റെ വഴിക്ക് പോയി, നമ്മൾ നമ്മുടെ വഴിക്ക്. അത് പറ്റൂല. ഉമ്മമാര് ചിന്തിക്കുന്നുണ്ടാവും, ഫാത്തിമാന്റെ പേരും പറഞ്ഞ് പടച്ചോനെ ഞങ്ങൾക്ക് ഫാത്തിമാന്റെ ഒരു കഥയും കിട്ടിയില്ല, പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കും, ഇൻഷാ അല്ലാഹ് ഇപ്പൊ വരും. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിച്ചോളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മമാരോടൊന്നും ഒന്നും മിണ്ടാൻ പറ്റൂല, മിണ്ടിയ കുടുങ്ങി. പണ്ട് പാവപ്പെട്ട ഒരു ഉസ്താദ് വാളിന് പോയി, അങ്ങനെ വാളിന് പോയി ഒരു വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു, വളരെ സെറ്റപ്പായിട്ടൊക്കെ നല്ല ഉഷാറായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഉസ്താദ് എന്ത് ചെയ്തു, സുന്നത്തല്ലേ പാത്രം ഒന്ന് വടിച്ചു നക്കി. ഈ പാത്രം വടിച്ചു നക്കുന്നുണ്ടപ്പോൾ അടുക്കളയുടെ ഭാഗത്ത് നിന്നിട്ട് ഉമ്മ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പാത്രം കഴുകണ്ട, ഇവിടെ മക്കളുണ്ട്, പേരക്കുട്ടിലുണ്ട്, അവർ പാത്രം കഴുകിക്കോളും. അപ്പൊ ഉസ്താദ് മസല ഇറക്കി, ഉമ്മ ഇങ്ങനെ നന്നായിട്ട് പാത്രം വടിച്ചു നക്കിയാലും മക്കത്തെ പള്ളിയഴി കൂലിയിട്ടു എന്ന് പറഞ്ഞു. മക്കത്തെ പള്ളിയഴി കൂലിയിട്ടു എന്ന് പറഞ്ഞു. യാ അല്ലാ, ഇത് കേട്ടപാടെ വല്യമ്മ നേരെ അടുക്കളയിൽ പോയി വീണ്ടും കുറെ ചോറും കറിയും എല്ലാം കൂടി ഇട്ടം കൂട്ടി ഇളക്കിയിട്ട് വീണ്ടും ഉസ്താദിന്റെ പാത്രത്തിൽ. ഉസ്താദ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചത് വല്യമ്മ ഇമ്മാതിരി പണി ചെയ്യൂന്ന്. അപ്പൊ ചോദിച്ചു, എന്തിനാ എന്റെ ഉമ്മ ഇപ്പൊ ഇങ്ങനെ? അത് പറ്റൂല, നിങ്ങൾക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞാൽ പറ്റൂല. കാരണം ഏതായാലും നിങ്ങൾ മക്കത്തെ പള്ളി കഴിയും ഉസ്താദെ, ഇനി നിങ്ങൾ മദീന പള്ളിയും കൂടെ കയറ്റി വിടന്ന് പോയാൽ മദീന. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഇവിടുത്തുമാരല്ല കേട്ടോ, വേറെ ചില നാട്ടിലാട്ടോ. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം. അപ്പൊ ഒന്ന് സാധുക്കളെ സഹായിക്കലാണ് ഫാത്തിമ ബീവിന്റെ ഉപദേശം. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു ഉമ്മ. രണ്ടാമത്തെ ഉപദേശം ഏതെന്നറിയോ? സമയമില്ല, പെട്ടെന്ന് പറഞ്ഞു പോവുകയാ. രണ്ടാമത്തെ ഉപദേശം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മ, കുടുംബജീവിതം മെച്ചപ്പെടുത്തലാണ് ഉമ്മ.
ഭർത്താവുമായി കഴിഞ്ഞുകൂടുമ്പോ ആ കുടുംബ ജീവിതത്തിൽ ഒരു ആനന്ദമുണ്ടാക്കലാണ് ഉമ്മ. അതിൽ ഞാൻ നിങ്ങൾക്ക് 3 കാര്യം എൻ്റെ ഉമ്മയോട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉമ്മ. ഒന്നാമത്തെ കാര്യമേതാ? തന്റെ ഭർത്താവിന്റെ വരവും ചിലവും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പെണ്ണായിട്ട് മാറണം ഉമ്മ. എന്തിനാ ഫാത്തിമ ബീവി ഇത് ഈ വയസ്സായ വല്യമ്മയോട് പറയുന്നത്? ഈ വല്യമ്മക്ക് അന്നത്തെ കാലഘട്ടത്തിൽ 17 മക്കളുണ്ടായിരുന്നു. 17 പെൺമക്കളാണ്. 17 പെൺമക്കളാണ്. ഈ 17 മക്കളോട് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് ഉമ്മ. ഭർത്താവിന്റെ വരവും ചെലവും കണക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. നമ്മുടെ ഭർത്താവിനുള്ള വരവ് 500 രൂപ ഒരു ദിവസം.